ജില്ലയിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗം കൊഴുക്കുന്നതിനിടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയതിലുള്ള അതൃപ്തി ശശി തരൂർ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള രൂക്ഷമായ വാക്പോരിലാണ് കലാശിച്ചത്. തരൂരിന്റെ പ്രസ്താവനകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഉണ്ണിത്താൻ രംഗത്ത് വന്നത് കോൺഗ്രസ് നേതൃത്വത്തിലെ വിള്ളലുകൾ കൂടുതൽ പ്രകടമാക്കിയിരിക്കുകയാണ്. നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും ക്ഷണിച്ചിരുന്നെങ്കിൽ പ്രചാരണത്തിന് പോകുമായിരുന്നുവെന്നുമാണ് ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയത്. നിലമ്പൂരിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു മിസ്ഡ് കോൾ പോലും ലഭിച്ചിട്ടില്ല. ക്ഷണിക്കാതെ ഒരിടത്തും പോകാറുമില്ല. അവിടെ എന്നെ വലിയ ആവശ്യമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ബുദ്ധിമുട്ടില്ലാതെ UDF സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ശശി തരൂർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള താരപ്രചാരകർ നിലമ്പൂരിൽ എത്തിയിട്ടും തരൂരിന്റെ അസാന്നിധ്യം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ പ്രതികരണം ഉണ്ടായത്. തരൂർ വിദേശത്താണ് എന്നായിരുന്നു UDF നേതൃത്വം അന്ന് നൽകിയിരുന്ന മറുപടി. എന്നാൽ ശശി തരൂരിന്റെ ഈ അതൃപ്തി പ്രകടനത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. നിലമ്പൂരിലേക്ക് ക്ഷണിക്കാൻ ആരുടെയും കല്യാണമല്ല അവിടെ നടക്കുന്നത്. ഉണ്ണിത്താൻ തുറന്നടിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിലമ്പൂരിലേക്ക് വരാൻ ആരും ക്ഷണിക്കേണ്ടതില്ല. രാജ്യ താല്പര്യമെന്ന് തരൂർ പറയുന്നത് തരൂരിന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഉണ്ണിത്താന്റെ വാക്കുകൾ തരൂരിനെതിരായ ഒരു കടന്നാക്രമണമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കാണുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂരിനെതിരെയുള്ള വിമർശനങ്ങൾ അവിടെയും നിർത്തിയില്ല. കോൺഗ്രസിനോട് കൂറും വിധേയത്വവുമുള്ള നേതാക്കൾ നിലമ്പൂരിലേക്ക് വന്നിട്ടുണ്ട്. കുറെ നാളായി തരൂരിന്റെ കൂറ് മോദിയോടും ശരീരം കോൺഗ്രസിലുമാണെന്ന് ഉണ്ണിത്താൻ പരിഹസിച്ചു. തരൂരിന്റെ BJP പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളെയും കോൺഗ്രസിലെ ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെയും ഇത് ഓർമ്മിപ്പിച്ചു. എത്ര വളർന്നാലും നെഹ്റു കുടുംബത്തിന്റെ പ്രതിച്ഛായ തരൂരിന് ഇല്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യവും കോൺഗ്രസിലെ അവരുടെ സ്വാധീനവും ഉയർത്തിക്കാട്ടി തരൂരിന്റെ ദേശീയ പ്രാധാന്യം കുറച്ചു കാണിക്കാനുള്ള ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കാം. തരൂർ പറയുന്ന രാജ്യ താല്പര്യം എന്നത് അദ്ദേഹത്തിന്റെ തമാശയാണെന്നും അത് യഥാർത്ഥത്തിൽ വ്യക്തിപരമായ താല്പര്യമാണെന്നുമാണ് ഉണ്ണിത്താൻ പറഞ്ഞത്. അദ്ദേഹത്തെ അദ്ദേഹമാക്കി മാറ്റിയത് ആരാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയാണ് തരൂരിന് രാഷ്ട്രീയപരമായ വളർച്ചയ്ക്ക് അവസരം നൽകിയതെന്ന് ഉണ്ണിത്താൻ ഓർമ്മിപ്പിച്ചു. ഭാവിയിൽ ഐക്യരാഷ്ട്രസഭയിൽ വീണ്ടും മത്സരിക്കാൻ തരൂരിന് താല്പര്യം ഉണ്ടാകണമെന്നും അതിനുള്ള ഒരു കളമൊരുക്കലാണ് ഈ പ്രസ്താവനകളെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂരിനെതിരെ വാക്കുപോര് നടത്തുന്നതിനിടയിലാണ് തരൂർ കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ രേഖകൾ പുറത്തുവന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച രേഖകളിൽ കോൺഗ്രസ് താരപ്രചാരകരിൽ 8ാമനായി തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. എന്നാൽ താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയ കാര്യം അദ്ദേഹത്തിന്റെ ഓഫീസിനെ പോലും അറിയിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആശയവിനിമയത്തിലെ പോരായ്മകളെയാണ് വിരൽ ചൂണ്ടിക്കാട്ടുന്നത്. KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷി എന്നിവരുൾപ്പെടെയുള്ള 40 പേരുകളുടെ പട്ടികയിൽ 8ാമതാണ് ശശി തരൂരിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, K സുധാകരൻ എന്നിവർക്ക് തൊട്ടു താഴെയാണ് ശശി തരൂരിന്റെ പേര്. കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് 9ാമതും K മുരളീധരന്റെ പേര് 10ാമതുമാണ്. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പേരാണ് 14ാമത് ഉള്ളത്. പാർട്ടിയിൽ ശശി തരൂരിന് എത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ താരപട്ടികയെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. എന്നാൽ ഈ പട്ടികയിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്നത് കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കളുടെ തരൂർ വിരോധത്തിന്റെ ഭാഗമാണോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനങ്ങളോടും തന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും ശശി തരൂർ വീണ്ടും പ്രതികരിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി അങ്ങനെ ഒരു പ്രത്യേക ക്ഷണം വേണോ എന്ന ചോദ്യത്തിന് ക്ഷണിക്കാതെ നേതാക്കൾ ആരും പോകാറില്ല എന്നായിരുന്നു തരൂരിന്റെ മറുപടി. പ്രിയങ്ക ഗാന്ധി അടക്കം ഇങ്ങനെയാണ് വന്നത്. 16 വർഷം കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കുകയാണ്. പാർട്ടിയോടും പ്രവർത്തകരോടും ഒരു പ്രശ്നവുമില്ല. പാർട്ടിയോടുള്ള സ്നേഹത്തിൽ ഒരു സംശയവും വേണ്ട, തരൂർ വ്യക്തമാക്കി. പാർട്ടി തന്നെ അവഗണിച്ചുവെന്ന തോന്നലില്ലെന്നും എന്നാൽ നേതൃത്വത്തോട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്തരം പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കകത്ത് സംസാരിക്കാറാണ് പതിവെന്നും തരൂർ പറഞ്ഞിരുന്നു. BJP പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് താൻ എവിടേക്കും പോകുന്നില്ല എന്നായിരുന്നു തരൂർ പ്രതികരിച്ചത്. ഇത് കോൺഗ്രസിൽ തന്നെയാണ് തരൂർ ഉറച്ചു നിൽക്കുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ് വ്യക്തമാക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം തന്നെയാണ്. അപ്രതീക്ഷിതമായി നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടേണ്ടത് UDFന്റെ ശക്തി തെളിയിക്കാൻ ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവായ ശശി തരൂരിന്റെ അസാന്നിധ്യം സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഒരു നേതാവാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രചാരണത്തിന് കൂടുതൽ ഊർജം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് ശശി തരൂരിനോട് തുടക്കം മുതലേ ഒരു അകൽച്ചയുണ്ട്. ദേശീയ തലത്തിലുള്ള അംഗീകാരവും പലപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന് അസൗകര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പലപ്പോഴും തരൂരിന്റെ പല നിലപാടുകളും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇത് അദ്ദേഹത്തിനെതിരെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ സ്വാധീനമാണ് ഇതിന് പിന്നിലെന്നും ആരോപണങ്ങളും ഉയരുന്നുണ്ട്.